ഹലോ എവരി വൺ. ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമി ലെഗിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ, സഹറയുടെ ഷൂ പോയി, എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ഉപായം കണ്ടുപിടിച്ചു. രണ്ടുപേരും കൂടെ അലിയുടെ ഷൂ ഇട്ടിട്ട് സ്കൂളിൽ പോകാം. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് അലിക്കും സഹറക്കൊക്കെ എന്താ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ. लेकिन दोनों की बनाई यह तरकीब हर रोज़ ही उनके लिए एक नई परेशानी गढ़कर देती है. ഇവർ രണ്ടുപേരും അലിയും സഹറയും കൂടി കണ്ടുപിടിച്ച ആ മാർഗം ഇവർക്ക് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. अपने अम्मी अबू और टीचरों से इस बात को छुपाने की जद्दोजहद में अली और जहरा की यह कहानी कई सुंदर रास्तों से गुजरती है. ഈ കാര്യം അമ്മയോടും അച്ഛനോടും ടീച്ചറോടും ഇവർ മറച്ചു വെച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ ഇത് മറച്ചു വെച്ചിട്ടുള്ള കാരണം ഇവർക്ക് ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസം പുതിയതായിട്ട് എന്തെങ്കിലും പറയണം അമ്മയോടും അച്ഛനോടൊക്കെ. അപ്പോൾ ആ കഥ അങ്ങനെ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് വന്നിക്കാണ്. फिल्म की कहानी सुनने में तो बड़ी साधारण लगती है, पर जिस असाधारण तरीके से इस कहानी को निर्देशक माजिद मजीदी ने पर्दे पर उतारा है वो काबिले तारीफ है. ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ കുടുംബ ചിത്രമാണ്. പക്ഷേ ഇതിനെ വളരെ അസാധാരണമായൊരു രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ആരാണ്? ഇതിൻ്റെ സംവിധായകനായ മാജിദ് മജീദിയാണ്. അദ്ദേഹം ഇതിന് വളരെയധികം പ്രശംസ അർഹിക്കുന്നു. वे एक जादूगर की तरह दर्शकों को फिल्म के जादू से बांध कर रखते हैं और उनके साथ यह समझ बांटते हैं कि ज़रूरी नहीं कि सब कुछ होने पर ही ഇൻസാൻ ഖുഷ് ഹോ. അദ്ദേഹം ഒരു മജീഷ്യനെ പോലെ, ഒരു മജീഷ്യൻ ഒരു മാജിക്ക് കാണിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ അതിൽ ലയിച്ചിരിക്കും, അതുപോലെയാണ് നമ്മുടെ മാജിദ് മജീദി ഈ കഥയിൽ നമ്മളെ എല്ലാവരെയും പിടിച്ചിരുത്തിയത്. ഓക്കെ. बल्कि एक छोटे से आम भाषा में गरीब कहे जाने वाले परिवार में भी रिश्ते सुंदर और गहरे हो सकते हैं. ഒരു സാധാരണ കുടുംബമാണ് ഇവരുടേത് അല്ലേ, അലിയുടെയും സഹറയുടേത്. അവിടെ എന്താണ് അവർക്കുള്ളത്? അവരുടെ ആ കുടുംബം സാധാരണ കുടുംബമാണെങ്കിലും അത്രയും മനോഹരമാണ്. ഈ സുന്ദർ ഇൻസാനി റിശ്തേ ഹി एक परिवार के सुखी और खुश होने का असली कारण है. ഇവർ പിന്നെന്താണ്, ദരിദ്രരാണ്, പക്ഷേ എങ്കിലും അവിടെ ഇഷ്ടം പോലെ എന്തുണ്ട്? നല്ല സ്നേഹമുണ്ട്, സമാധാനമുണ്ട്. ആ ഒരു മനുഷ്യബന്ധം നിലനിൽക്കാനുള്ള കാരണം തന്നെ ഈ മക്കളാണ്. ഈ മക്കളെ തൻ്റെ അമ്മയെയും അച്ഛനെയും വിഷമിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഇവരുടെ ഷൂ പോയ കാര്യം വരെ മറച്ചു വെച്ചത്. അപ്പം അത്രയ്ക്കും നല്ല ഒരു ഫാമിലിയാണ് നമ്മുടെ അലിയുടെയും സഹറയുടെയും. चलिए फिल्म की बारे में तो मैंने अपनी बात रख ली, अब समीर से जुड़ी यादें भी तुमसे बांट लो. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഫിലിം കണ്ടപ്പോൾ ഈ ലേഖകൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സമീറിൻ്റെ ഓർമ്മകളാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുന്നേ നമ്മളോട് ഈ സിനിമയുടെ കഥ അറിഞ്ഞാലാണ് ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമിൻ്റെ കഥ ഫസ്റ്റ് പറഞ്ഞു തന്നത്. ഇനി പറയാൻ പോകുന്നത് സമീറിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ്. യഹ് ബാത്ത് ഹേ പഹലി യാ ദൂസരി കക്ഷാക്കി. അപ്പോൾ അന്ന് ഇവരെവിടെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ് ഈ സമീറും ലേഖകനും. തബ് മേ और സമീർ ഏക്ക് ഹി സ്കൂൾ മേ പഠാ കർത്തേ. ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ലേഖകനും സമീറും. अक्सर ऐसा होता था कि कक्षा में कभी किसी का पेन खराब हो जाता था
तो कई अपना पेन भूलाता था. ഇവർക്ക് മിക്കപ്പോഴും എന്താണ് ഉണ്ടാവുക, ഒന്നുമില്ലെങ്കിൽ ഒരാൾ പേന കൊണ്ടുവരാൻ മറക്കും, അല്ലെങ്കിൽ ഇവർ ഉണ്ടാവും, പക്ഷെ ഇവരുടെ പേന നഷ്ടപ്പെടും. എന്തെങ്കിലും ഒന്ന് മിക്ക ദിവസം ഉണ്ടാവും. മേരെ സാത്ത് ബി കബി കബി ഏസാ ഹോത്താ ഹെ. രണ്ട് പേർക്കും അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് എപ്പോഴും അങ്ങനെ സംഭവിക്കും. അബ് ജബ് സാമനെ ഗഡി ടീച്ചർ ഹാത്ത് മേ ठंडा लिए इमला लिखवाए तो किसी को भी डर लगेगा. അപ്പോൾ പേനില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ടീച്ചർ അടുത്ത് തന്നെ ഒരു വടിയും പിടിച്ച് നിൽക്കുമ്പോൾ ആർക്കാണ് പേടിയാവാതിരിക്കുക എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ ഇവരെന്താവും ചെയ്തിട്ടുണ്ടാവുക. पर मार गाने से बचने के लिए हम दोनों ने മിൽക്കർ ഏക്ക് തർക്കീബ് നിക്കാലി തീ. അപ്പോൾ ഇവർ രണ്ട് പേരും കൂടെ ഒരു മാർഗം കണ്ടുപിടിച്ചു. ഹം ലോഗ് ജൈസെ തൈസെ മിൽ ബാണ്ട് കർ ഏക്ക് ഹി പെൻ സെ കാം ചലാ ലെത്തെ ദേ. ഇവർ രണ്ടുപേരും കൂടെ ഒരു പേന കൊണ്ട് എഴുതാം എന്നുള്ള ആ ഒരു ഉപായം കണ്ടുപിടിച്ചു. എങ്ങനെയാ രണ്ട് പേരും കൂടെ ഒരു പേന കൊണ്ട് എഴുതാ നോക്കാം അല്ലേ. ഏക്ക് ലൈൻ വോ അപ്പിനി കോപ്പി മേ ലിഖ്താ തോ ദൂസരിമേ. ഒരാൾ അവരുടെ കോപ്പിയിൽ ആദ്യം ഒരു വരി എഴുതും, ഒരു ലൈൻ എഴുതും. ഫസ്റ്റ് സമീർ എഴുതുകയാണെങ്കിൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ലേഖകൻ എഴുതും. അങ്ങനെ രണ്ട് പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോപ്പി എഴുതും. ഇസ്മേ ദോടി ദിക്കത്ത് തോ ഹോത്തി ദി പർ മസാ ബി ആത്താതാ. ടീച്ചർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എങ്കിലും വളരെ രസമായിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു എന്നാണ് പറയുന്നത്. ഓർ ബി കൈ ചീസോ ദി ജോ ഹം മിൽ ബാണ്ട് കർ ഇസ്തേമാൽ കർത്തേതേ. ഇതുപോലെ ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഏക് അജീബ് സി ഹി ഖുഷി മിൽത്തി ദി എൽസാ കർണേമേ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് എന്താണ്, ഒരു വിചിത്രമായ ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട്. യഹ് ഫിലിം ദേഖ് കർ ബി മുझे വൈസി ഹി ഖുഷി കാ എഹ്സാസ് ഹുവാ. ലേഖകൻക്ക് ഈ ഫിലിം കണ്ടപ്പോൾ ഇതുപോലെ ആ ഒരു സന്തോഷം, അന്ന് അനുഭവിച്ച പോലത്തെ ആ ഒരു സന്തോഷം വീണ്ടും വന്നു എന്നാണ് പറയുന്നത്. ആ തൻ്റെ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഓർമ്മകളും ഇവർ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാ ഓർമ്മ വന്നപ്പോൾ ഒരു ഭയങ്കര സന്തോഷം വന്നു. ഇത്രയാണ് നമ്മുടെ ജന്നത്ത് കെ ബച്ച എന്നുള്ള ഈ ചാപ്റ്റർ. ഇതിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.